നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, എപ്പോ? ശരി. എന്താ പാർവതി? ശരത്തിന് എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന്. യോ, ഹോസ്പിറ്റലില്ല. ഈശ്വര, സീരിയസ് ആണോ പാർവതി? ഓ, സീരിയസ് ഒന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അത്ര പെട്ടെന്നൊന്നും കിടന്നു പോകുന്ന ടൈപ്പല്ല മുത്തശ്ശി അവൻ. ഇനി ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ വീണാലും 4 കാലിലേ വീഴത്തുള്ളൂ. അതവന്റെ ഒരു പ്രകൃതം. ഇപ്പോഴെങ്കിലും കുറ്റം പറയാതിരിക്കടി. അവനാര് കുറ്റം പറഞ്ഞു? ഞാനൊരു പരമാർത്ഥം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും അവിടം വരെ പോയിട്ട് വരാം. എവിടം വരെ? ആശുപത്രിയില്. നേരം വിളക്കട്ടെ അമ്മേ, ഇപ്പൊ രാത്രിയാ. അതുകൊണ്ട് എന്റെ മരുമോനാകാൻ പോകുന്ന ആളാ ശരത്ത്. അവനൊരു അപകടം പറ്റിയെന്നറിഞ്ഞ ഏത് പാതിരാത്രിയിലാണെങ്കിലും ഞാൻ പോയി കാണും. അത് എവിടെയാണെങ്കിലും. അമ്മ പോണ്ട, ഞാൻ സമ്മതിക്കില്ല. ഒന്നാമത് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല. രണ്ടാമത് കാലം അത്ര നല്ലതുമല്ല. നീ രാത്രി തുള്ളിക്കൊണ്ട് പോകുന്ന കാണാലോ. അമ്മ വെറുതെ തർക്കിക്കണ്ട അമ്മേ, വാശിയും പിടിക്കണ്ട. ഏട്ടത്തി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ പോവും. പോവില്ല അമ്മേ. എന്നെ തടയാൻ നിനക്ക് എന്താടി അവകാശം? നേരത്തെ അമ്മ പറഞ്ഞില്ലായിരുന്നോ മരുമോനാകാൻ പോകുന്ന ആളെ കാണാൻ പോകുന്നു? അതിന് അവകാശം ഉണ്ടെങ്കിലേ അതിനേക്കാൾ വലിയ അവകാശം എനിക്കുണ്ട്. മരുമോളമ്മേ, ഞാൻ ആ അവകാശം എനിക്കുണ്ട്. ഇത് ശരിയല്ല. അപകട വാർത്ത അറിഞ്ഞ ഓടിച്ചെല്ലേണ്ടത് നമ്മുടെ കടമയല്ലേ? കടമയാണ്. നേരൊന്ന് വെളുത്തോട്ടെ മുത്തശ്ശി, എന്നിട്ട് പോ. ഞാൻ പോയാ നീ എന്ത് ചെയ്യും? അമ്മയൊന്ന് പോയി നോക്ക്, അപ്പ അറിയാം എന്താ ചെയ്യാൻ പോകുന്നെന്ന്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാന്ന് വിചാരിക്കണ്ട. എന്റെ വാക്ക് ധിക്കരിച്ചു പോയാ പിന്നെ ഈ പടിക്ക് പുറത്താ സ്ഥാനം. കാലയ്ക്ക് എഴുത്തി ആ ശരത്ത് അപ്പുറത്ത്. അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അമ്മ ഒരു മണ്ടിയാ. വെറുതെ എന്തിനാ അവന്റെ വലയിൽ ചെന്ന് വീഴുന്നത്? ശരത്തിന് അമ്മയുണ്ടല്ലോ, അവർ വേണമെങ്കിൽ പോയി നോക്കട്ടെ. ഇവിടുന്ന് എന്തായാലും ആരും പോകുന്നില്ല, അതും ഈ രാത്രിയില്. ഹലോ, ഞാനാ പ്രഭാവതി, പാർവതി. എന്താണാവോ ഈ രാത്രിയില്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് മനസ്സിലായി, അല്ലാതെ ഈ നേരത്തെ വിളിക്കില്ലല്ലോ. ശരത്തിനൊരു അപകടം പറ്റി. എന്നിട്ട് ആശുപത്രിയില്ല. ഫോൺ അവനൊന്ന് കൊടുത്തേ. ഞാൻ കൂടെ ഇല്ല. പ്രഭാവതിയോട് ഒന്ന് അങ്ങോട്ട് പോണോന്ന് പറയാൻ വിളിച്ചതാ. അതിന് ഞാൻ സ്ഥലത്തില്ലല്ലോ പാർവതി. ഞാൻ കുറെ ദൂരെയാ, എനിക്കെത്താൻ പറ്റില്ല. അല്ല, അപ്പൊ ശരത്തിന്റെ കൂടെ ആരിയിരിക്കും? അതിനല്ലേ നിങ്ങളുടെ വീട്ടിലല്ലേ അവൻ താമസിക്കുന്നത്. അവിടെ വച്ച് എന്തെങ്കിലും പറ്റിയാ നിങ്ങൾ വേണ്ടേ അവനെ നോക്കാൻ? അത് ശരിയാ, പക്ഷേ ഇവിടുന്ന് പോകാൻ പറ്റാത്ത സാഹചര്യ. രാത്രിയല്ലേ. ഒരു അപകടം വരുമ്പോ രാത്രിയെന്നോ പകലെന്നോ നോക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അവനെ നോക്കണം. ആരുമില്ലാത്ത ഒരു അനാഥനെ പോലെ അവൻ ആശുപത്രിയിൽ കിടക്കാൻ പാടില്ല. മനസ്സിലായോ? ഉവ്വ്. എന്നാ വച്ചോ. വെക്കല്ലേ. കാശ് വല്ലതും എന്റെ കയ്യിലോ? ഞാൻ പറഞ്ഞില്ലേ പാർവതി, ഞാൻ കുറെ ദൂരെയാ. അവിടെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു.
ഇതിപ്പോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാ. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ചെയ്യണം. നിത്യ കെട്ടാൻ പോകുന്നവനാ. അവന് ഒരു കുറവും വരരുത്. ഹലോ ഹലോ. ശ്ശെ.